ശബരിമലയിലെ സ്വർണ്ണക്കട്ടില കടത്തിയ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിലെ സ്വത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് എഫ്ഐആർ. സ്വർണ്ണക്കട്ടിള ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിയ വാർത്ത പുറംലോകത്തെ അറിയിച്ചത് 24 ആണ്. 2019 മാർച്ച് 19 ശബരിമലയിലെ സ്വർണ്ണക്കട്ടിള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കിയത്. മെയ് 18 സ്വർണം പൂശാൻ എന്ന വ്യാജേന ശബരിമലയിൽ നിന്ന് കട്ടിള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. ഇതിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കട്ടിള കടത്തിയ സംഭവത്തിൽ എടുത്ത രണ്ടാമത്തെ എഫ്ഐആറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി സ്വർണം ചെന്നൈയിൽ കൊണ്ടുപോയ കൽപേഷ് 2-ാം പ്രതിയുമാണ്. 2019 ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരാണ് യഥാക്രമം 3 മുതൽ 7 വരെയുള്ള പ്രതികൾ. 8-ാം പ്രതി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെന്നും എഫ്ഐആറിലുണ്ട്. പക്ഷേ ആരുടെയും പേര് പ്രത്യേകം പരാമർശിച്ചിട്ടില്ല. ബോർഡ് അനുമതിയില്ലാതെ സെക്രട്ടറിക്ക് ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ നടപടി. സ്വർണ്ണക്കട്ടിള ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കടത്തിയത് പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രത്യേക സംഘം സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കട്ടിള ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്തിയതിന് പിന്നിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും കൃത്യമായ അറിവും പങ്കുമുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി കേസിലേക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.